ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ, ആ വ്യക്തിക്ക് എന്തുമാത്രം സ്നേഹം നിങ്ങളോടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് റീസണേറ്റ് ആവാത്ത കാര്യങ്ങൾ എല്ലാം നിങ്ങൾ അപ്പാടെ ലീവ് ചെയ്യുക. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് മാത്രം നിങ്ങൾ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക, ആ വ്യക്തിയുടെ കണ്ണുകൾ നിങ്ങൾ ഓർക്കുക, ആ വ്യക്തിയുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സിൽ പറയുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങളിത് കാണുന്ന ആ ഒരു സമയം എന്തായിരിക്കും ചിന്തിക്കുന്നത്? എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു അവസ്ഥ? യെസ്, ഓൺലി ടൈം വിൽ ടെൽ. സമയത്തിന് മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുക. ആദ്യത്തെ കാർഡാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ, ചില പേര് ഹൃദയം തകർന്നു നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, പലരും ചതിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. എന്തിനാണ് ദൈവം, യൂണിവേഴ്സ് എന്നോടിത് ചെയ്തത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. കാലം നിങ്ങളുടെ വേദനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലായിക്കോട്ടെ, അതിനുള്ള മറുപടി കാലം തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരും. സമയത്തിന് മാത്രമാണ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്കുള്ളത്. ദെയർ ഈസ് നത്തിങ് സ്റ്റോപ്പിങ് യു. ഒന്നും നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല. ദ പാത്ത് ഓഫ് ക്ലിയർ ഇഫ് യു വാണ്ട് ടു ബി. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വഴി തെളിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്കത് കിട്ടില്ല. പ്രണയമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഒന്നും എനിക്ക് കിട്ടില്ല. ആ ഒരു നല്ല കാലം, ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു നല്ല കാലം എനിക്കിനി ലഭിക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാത്ത് ഇപ്പോഴേ ക്ലിയർ ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ കുറച്ച് സമയമെടുക്കും. കാലത്തിന് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ആ വ്യക്തിയെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാത്തിരിക്കുക. അതുപോലെ തന്നെ ഹീലിംഗ്. നിങ്ങൾ അതിവേദനാജനകമായ സിറ്റുവേഷനിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു ഹീലിംഗ് പീരീഡാണത്. വേദനകളുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ആൾക്കും ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പറ്റും. കാരണം നിങ്ങളിലെ നെഗറ്റിവിറ്റിയെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് തന്നെ കഴിയും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൈകോർത്ത് പിടിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു വെളിച്ചം നിങ്ങൾക്ക് മുകളിൽ വന്ന് പതിക്കുന്നതായിട്ടും അത് നിങ്ങളുടെ ആപാദചൂടം മൂടുന്നതായിട്ടും നിങ്ങൾ ഇമാജിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളിലെ നെഗറ്റിവിറ്റി കുറയ്ക്കാനായിട്ട് ആ ഒരു വിഷ്വലൈസേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവാം, പക്ഷേ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് പൂർത്തിയാവുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. യെസ്, ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾ വിജയിച്ചൊരു പേഴ്സണാണ്. നിങ്ങളിൽ ആ വ്യക്തി സന്തോഷം കണ്ടെത്തുന്നു. അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് വളരെ വലിയൊരു സന്തോഷം ഉണ്ടാകുന്നു. നിങ്ങളാണ് ശരി എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ വളരെ എളിമയുള്ള, വിനയമുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. നിങ്ങൾക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവരാരും ഈ ഒരു റിലേഷൻഷിപ്പിനെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് 2 പേർക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രണയമായിരിക്കാനാണ് സാധ്യതയുള്ളത്. നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു പ്രണയം.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം മറ്റാർക്കും അത് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തായാലും സമ്മതിക്കില്ല, അങ്ങനെയുള്ള ഒരു പ്രണയമായിരിക്കാം ഇത്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ കാണുന്നത് നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗുണങ്ങൾ ആ വ്യക്തി കൂടുതലായിട്ട് ഓർക്കുന്നു. നിങ്ങൾ അത്രയും ഗുണങ്ങളുള്ള ഒരു പേഴ്സൺ ആണെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ആ വ്യക്തി മറ്റൊരാളെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യുന്നതായിരിക്കാം. എത്രയോ ഭേദമായിരുന്നു നിങ്ങൾ, അല്ലെങ്കിൽ എത്രയോ നല്ലതായിരുന്നു നിങ്ങൾ, അങ്ങനെയാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. യെസ്, ഈ ഒരു റിലേഷൻഷിപ്പിനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അത് ഇനി പോകാനുള്ളതല്ല, ഇനി വിട്ടു പോവില്ല ഞാൻ, കാരണം ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി എനിക്ക് വിട്ടു പോകാനുള്ളതല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി, നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം കിട്ടിയാൽ മതി, അങ്ങനെയാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. ഈ വ്യക്തിക്ക് കുറച്ച് പക്വതക്കുറവുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി കുറച്ച് ഏജ് കുറവുള്ള പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മെച്യൂരിറ്റി കുറവുള്ള പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെയധികം വേവലാതിപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിക്കഴിഞ്ഞു. സകല സമയവും നിങ്ങളായിരുന്നു വിജയം, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നന്മയുണ്ടായിരുന്നു എന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി ആ വ്യക്തിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. ഇമോഷണലി ആ വ്യക്തിയെ വളരെയധികം ആശ്വസിപ്പിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. അതായത് നിങ്ങൾ എന്ന് പറയുന്ന ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ടബിൾ സോൺ ആണെന്നുള്ളത്. ഈ ഒരു പേഴ്സൺ എന്തായാലും നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു വ്യക്തിയാണ്. ഇവിടെ ചില കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ട്, അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും വേദനയായിക്കോട്ടെ, അല്ലെങ്കിൽ ദേഷ്യം ആയിക്കോട്ടെ, സെപ്പറേഷൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും ആ വ്യക്തി പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ളിൽ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ്. ആർക്കും വായിക്കാൻ പറ്റാത്തൊരു പുസ്തകമായിട്ട് ഇപ്പം മാറിക്കഴിഞ്ഞു. ആ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും തന്നെ ആരുടെ അവർ ഷെയർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ 3 of Earth എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, കൊളീഗ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും വളരെയധികം എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോയേനെ. പരസ്പരം ഷെയർ ചെയ്തും പരസ്പരം ക്ഷമിച്ചും അഡ്ജസ്റ്റ് ചെയ്തും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളെ ആ ഒരു ടൈമിൽ ഈ വ്യക്തി അത്രമാത്രം വാല്യൂ കരുതിയിട്ടില്ല. ഇപ്പോൾ വാല്യൂ കരുതുന്നത് മറ്റൊരാൾ ഈ വ്യക്തിക്ക് പണി കൊടുത്തപ്പോഴാണ്. പക്ഷെ നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ പറയുന്നത് ഒന്നും തന്നെ ആ വ്യക്തി കേൾക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെ 7 of Spades എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളോട് ആ വ്യക്തി ചതി ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് 7 of Spades എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മറ്റൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണവും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പണിയാണ്. അതായത് അക്കരെ പച്ച എന്ന് കരുതി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഗുണകരമായില്ല എന്നർത്ഥം. ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം അവിടെ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ആ വ്യക്തി അങ്ങോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്ന് ആ വ്യക്തിയെ വേദനിപ്പിക്കുന്ന രീതിയിലും ആ വ്യക്തിക്ക് ഒട്ടും ഗുണം ചെയ്യാത്ത രീതിയിലുമുള്ള സംസാരവും പ്രവർത്തനങ്ങളും മാത്രമാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത് പരിപൂർണമായിട്ടും ഒന്നും നിങ്ങളിലേക്ക് പ്രതീക്ഷിക്കാതെയായിരിക്കും. ആ ഒരു സ്ഥാനത്ത് നിന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വാല്യൂ കരുതാതെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ ആ വ്യക്തിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആരുടെ അടുത്തും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല.
തികച്ചും വേദനിക്കാനേ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിജയമായിരുന്നെന്നും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്നും എന്നുള്ള ചിന്ത വരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ്. അപ്പോൾ തീർത്തും വളരെയധികം വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ആ വ്യക്തി വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. ഇനി ഈ വ്യക്തിക്ക് ചതി പറ്റി എന്ന് ഒരു സൂചനയും ഉണ്ട്. അതാണ് 7 ഓഫ് സ്പേഡ് എന്ന് പറയുന്ന ഒരു കാർഡ്. ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ചതി വന്നിരിക്കുന്നു എന്നുള്ള സൂചനയും ആകാം. എത്രയോ നല്ല രീതിയിലാണ് ആ ഒരു കാർഡ് വന്നിട്ടുള്ള മെമ്മറീസ് ഓഫ് ലവ്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ളിലൊരു തീയാണ്. കാരണം നിങ്ങൾ ഏതൊരവസ്ഥയിലായിരിക്കാം ഉള്ളത്, നിങ്ങളെപ്പറ്റി ഒരു അറിവും ഈ ഒരു പേഴ്സണില്ല. നിങ്ങൾ പരിപൂർണമായിട്ടും ചിലപ്പോൾ ഈ വ്യക്തിയെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ടായിരിക്കാം, വാവിട്ട് കരയുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ അതൊന്നും ഈ വ്യക്തിയോട് പറയുന്നില്ല. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നിൽക്കുന്നു. യെസ്, യൂണിവേഴ്സ് ഇടപെടുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. കാരണം ആ വ്യക്തിക്ക് കുറേ ലേണിങ്സ് ഉണ്ടായിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ആ വ്യക്തി പഠിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ബാഡ് സിറ്റുവേഷൻ വരുമ്പോൾ ഒരുപക്ഷെ ഹെൽപ്പായിട്ട് നിങ്ങളുണ്ടാവുമായിരിക്കാം നേരത്തെ സിറ്റുവേഷനിൽ. പക്ഷെ ഇപ്പോൾ നിങ്ങളില്ല, നിങ്ങളിലേക്ക് വരാനും സാധിക്കുന്നില്ല. നിങ്ങളെപ്പറ്റി ഒരു വിവരവും ആ ഒരു പേഴ്സണില്ല. ഇപ്പോൾ നിങ്ങളിലേക്ക് പതുക്കെ യാത്ര ചെയ്യുവാണ്, മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പോസിറ്റീവായിട്ടുള്ള ആ ഒരു ദീപം അല്ലെങ്കിൽ പ്രകാശം നിങ്ങളാണെന്നുള്ള തിരിച്ചറിവിലോട് കൂടിയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെയായിരിക്കാം ഇതിനെ പ്രതികരിക്കുക എന്നോർത്ത് ഒരു വിഷമം വേറെ ഉണ്ട്. യെസ്, ആ വ്യക്തി മനസ്സിലാക്കുകയാണ് നിങ്ങളാണ് ആ വ്യക്തിയുടെ ഡെസ്റ്റിനി, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ കറക്റ്റ് പേഴ്സൺ എന്നുള്ള ഒരു കൺക്ലൂഷനിൽ ആ വ്യക്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് ആ ഒരു പേഴ്സണുള്ളത്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി. കാരണം ഡെസ്റ്റിനേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കണം. അതായത് സംസാരിക്കാൻ കൊതിയാവുകയാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ മതിയെന്ന് ആശിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ വ്യക്തിയെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും നിങ്ങളുടെ മെസ്സേജ് ഒന്ന് കാണാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് തിരിച്ച് കോൾ ചെയ്യാനോ ഒന്നും മെനക്കെട്ടിട്ടില്ല ഈ ഒരു പേഴ്സൺ. തീർത്തും അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സംസാരിക്കാൻ കൊതിയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ഇനിയെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നാൽ വേറൊരാളിൻ്റെ അടുത്തും ആ വ്യക്തി സംസാരിക്കുക പോലും ഇല്ല എന്നുള്ളൊരു ഡിസിഷനാണ് ആ വ്യക്തി എടുത്തിട്ടുള്ളത്. ട്രാപ്ഡ് ഓഫ് ഫിയർ, ഭയത്താൽ ട്രാപ്പിലായി പോയി ആ ഒരു പേഴ്സൺ. ആ വ്യക്തി ചിന്തിക്കുന്നത് ഇതിനകത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു മോചനം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്തയാണുള്ളത്. ഇമോഷണൽ ലോസ്, ഹൃദയം തകർന്നു നിൽക്കുന്നൊരവസ്ഥ, വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷൻ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പെയിൻഫുൾ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടൊന്ന് ഹീലാകാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ആ ഒരു ഹീലിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു പേഴ്സൺ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ എന്തായാലും നെഞ്ച് തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരുപാട് സഹതാപവും ദയയും കരുണയും നിറഞ്ഞ ഒരു ഇഷ്ടം ആണുള്ളത്. പവർ എന്ന് പറയുന്ന ഒരു കാർഡ് അതിനെ സൂചിപ്പിക്കുന്നു, കമ്പാഷൻ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും സ്ട്രോങ് ആക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു സ്ട്രോങ് ആക്കണമെന്ന ആഗ്രഹം വരുന്നത് കർമ്മയിൽ നിന്നാണ്, ആ വ്യക്തിയുടെ അനുഭവങ്ങളിൽ നിന്നാണ്, എക്സ്പീരിയൻസിൽ നിന്നാണ് അത്രമാത്രം വേദനയും ആ ഒരു തിരിച്ചറിവും ഉണ്ടായിട്ടുള്ളത്. പേഴ്സണൽ നെയിം IGOEWBSFVD എന്ന് കിട്ടിയിട്ടുണ്ട്. യു എന്നാണ് കിട്ടിയിട്ടുള്ളത്. ZNL.
അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ക്ലൂസ് എടുക്കാനുണ്ട്. നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ 13, ലിബ്ര, 9 എന്നൊരു ഡേറ്റ്, തിൻ വളരെ മെലിഞ്ഞൊരു പേഴ്സൺ ആയിരിക്കാം, ഷാർപ്പ് നോസ് ഉണ്ടായിരിക്കാം, ബ്ലാക്ക് കളർ ഇഷ്ടമായിരിക്കാം, 999 കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലി റീസണേറ്റ് ആണ്, ലിയോ ആയിരിക്കാം. ബ്ലൂ ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് വളരെ റീസണേറ്റ് ആയിരിക്കും. ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, 28 ഏജ് ആയിരിക്കാം, സ്പീസീസ് റൗണ്ട് ഫേസ് ആൻഡ് 51 ഏജ് ആവാം, 30 ഷോർട്ട് ഹെയർ, വെർഗോ, ബ്രദർ, 9 എന്നൊരു ഡേറ്റ്, ലോങ് ഫേസ്, ടോറസ്, ബിയേഡ്, വെരി ടോൾ, ഏരീസ്, ഡാർക്ക് കോംപ്ലക്ഷൻ, വിയർ ഗ്ലാസസ് ആൻഡ് ഏഞ്ചൽ. ഇപ്പോൾ ഏഞ്ചലിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലി റീസണേറ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഫെദർ കാണുന്നുണ്ടെങ്കിലും ഫെദർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസണേറ്റ് ആണ്. അതുപോലെ തന്നെ വൈറ്റ് ബട്ടർഫ്ലൈനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലി റീസണേറ്റ് ആണ്. ഇവിടെ ഇനി കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട്, തിരുവനന്തപുരം, കാസർഗോഡ്, ഔട്ട് ഓഫ് സ്റ്റേറ്റ്, ഔട്ട് ഓഫ് കൺട്രി. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. ഏഞ്ചൽ നിങ്ങളോട് എന്ത് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, അതും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഗെറ്റ് മോർ ഇൻഫോർമേഷൻ. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. നിങ്ങൾക്ക് വാർത്തകൾ വരുന്നു, ന്യൂസ് വരുന്നു എന്നുള്ളത്. എ ഇയർ ഫ്രം നൗ, ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ എത്തിയിരിക്കും, ഷുവർ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റീസണേറ്റായി വരത്തുള്ളൂ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.